ഞാൻ നിനക്കൊരു ബുദ്ധിമുട്ടായല്ലേ? കുറച്ച് ബുദ്ധിമുട്ടായി, പക്ഷെ നല്ല സാരമില്ല. ഞാനേ കുറച്ചുകൂടി നന്നാവാനുണ്ട്. അതെന്താ? അപ്പോൾ ഓർക്കുന്നുണ്ടോ ചെറുപ്പത്തിൽ? അപ്പോൾ എനിക്ക് ഞാൻ എന്ത് പറഞ്ഞാലും മേടിച്ചു തരുള്ളൂ. അങ്ങനെ വാങ്ങിത്തന്ന് ഞാൻ ആകെ വഷളായി. പിന്നെ ദേഷ്യവും വാശിയും അഹങ്കാരവും ഇതൊക്കെ കൂടിക്കിടന്നപ്പോൾ അപ്പം അതങ്ങ് നിർത്തി. അതോടെ ഞാൻ നന്നായി. കൊള്ളാലോ. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കുടിച്ചിട്ട് നമുക്ക് സീൻ ഉണ്ടാക്കി ഓർമ്മയാണ്. ഇത് നീ കള്ളു കുടിച്ച കോളേജിൽ കിടന്ന് അലമുണ്ടാക്കി പറഞ്ഞ നിന്റെ മുട്ടുകാലിന്റെ ചിരട്ടയും തല്ലി പൊട്ടിക്കും, മനസ്സിലാണോ? പിന്നെ ഗൗരിയായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് അവളുടെ കാസ്റ്റാണ് അവർക്ക് പ്രശ്നം. നിനക്കവൾ ഇഷ്ടമാണെങ്കിൽ വിളിച്ചോണ്ട് പോവാ. അതല്ല അപ്പോൾ അവളുടെ ചേട്ടന്മാരൊക്കെ സീനാണ്. നീ എൻ്റെ മോനാ, അവളുടെ ചേട്ടന്മാരല്ല. ഒരുത്ത വിചാരിച്ചാലും നിന്റെ രോമത്തിൽ പോലും തൊടൂല. എന്താ അപ്പേ? ഒന്നുമില്ല, അവള് നിന്നെ പറ്റിച്ചിട്ട് പോയതോർത്ത് തിരിച്ചു പോയതാ. ഓ, കൊലശരിയായിരുന്നു. പ്രേമിക്കുന്നതും പറ്റിക്കപ്പെടുന്നതൊക്കെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാ വെച്ചാൽ മരിക്കാൻ നോക്കുന്നതൊക്കെ എടാ ഒരു ലൈഫാകുമ്പോൾ ഇതൊക്കെ ഉണ്ടാവുന്നേ. നീ ഒരു കാര്യം ചെയ്യും, ഇരുന്ന് ശരിക്കും കരയേ. എന്ന് വെച്ചാൽ ലൈഫിലും ഇങ്ങനെ കരയാൻ പാടില്ല. പക്ഷേ നീ ഈ സിറ്റുവേഷനിൽ പുറത്ത് വന്നാൽ നിൻ്റെ മൈൻഡ് വേറൊരു ലെവലാവും. എടാ പ്രേമവും പ്രേമനൈരാശ്യമൊക്കെ ഇനിയും ഉണ്ടാവും. നീ നിൻ്റെ മൈൻഡ് സ്ട്രോങ് ആക്ക്. പിന്നെ ഇത് ഞാൻ എനിക്കടിക്കാൻ വാങ്ങിച്ചതാ, വേണമെങ്കിൽ നീയും കുടിക്കും. ഞാനിങ്ങനെയൊക്കെ ആവാൻ കാരണം പപ്പനാണ്. സോ യു ആർ മൈ ഹീറോ പപ്പ. പപ്പ 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 അത്തട്ടില്ലടാ. അത് ശരി. ഒന്ന് ഉറങ്ങി കിടക്കുമ്പോഴും നിന്റെ കത്തി നിർത്തുന്ന കരുതിയേ, വെറുപ്പിക്കാനായിട്ട്. എപ്പോൾ നോക്കിയാലും നിനക്ക് ഞാനും ബുദ്ധിമുട്ടാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടോന്ന് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞത്. എടാ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഒരു ഹോം നേഴ്സിനെ വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിപ്പം നിന്റെ മോന്ത കണ്ടോണ്ടിരിക്കാനായിട്ട്. മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ വൃദ്ധസ്ഥലത്ത് കൊണ്ടാവട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആക്കടാ ആക്ക്, എന്നാലും സാരമില്ല, നിന്നെ സഹിക്കണ്ടല്ലോ.